ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വ്ളോഗ് എന്ന് പറയാം. എന്ത് പറയണം എന്നറിയത്തില്ല. ആക്ച്വലി എനിക്കിന്ന് ക്ലാസ്സുള്ള ഒരു ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എന്തൊക്കെയൊക്കെയോ എടുത്തു. അപ്പോൾ അതെല്ലാം എന്തായാലും എടുത്തില്ലേ, അപ്പോൾ അത് ചേർത്തൊരു വീഡിയോ ഇടാൻ വെച്ചു. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കട്ടൻ കാപ്പിന്ന് ഞങ്ങൾ പറയും, അത് കഴിച്ചു. പക്ഷേ അത് കുടിച്ചു. എന്നിട്ട് സ്കിൻ കെയർ ചെയ്ത് ചെടിക്ക് വെള്ളം ഒഴിച്ച്, ഞാനല്ല നോർമലി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്, വ്ളോഗ് എടുക്കുന്നത് കൊണ്ടും അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടും ഞാൻ ഒഴിച്ചു. പിന്നെ എനിക്കൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം അന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വന്നപ്പോൾ തന്നെ ഒരു കൊറിയർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. നൈക്കിയിൽ നിന്നായിരുന്നു കൊറിയർ. എനിക്ക് കൊറിയർ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാതൊരു സമാധാനമായിട്ടുള്ള, അതാണ് യൂണിഫോം പോലും മാറാൻ അത്രയും ടയർഡായി, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതേപോലെ വന്ന് കൊറിയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഞാനാണെങ്കിൽ കൊറിയർ, പ്രത്യേകിച്ച് നൈക്കിയുടെ കൊറിയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നല്ല സൂക്ഷിച്ചാണ് ഓപ്പൺ ചെയ്യാറ്. എനിക്കിങ്ങനെ ബോക്സ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്ത് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് റീസ്റ്റോക്ക് ചെയ്ത സംഭവങ്ങളാണ്. കുറേയൊക്കെ പുതിയൊരു ഷാമ്പൂ കണ്ടീഷണർ. എൻ്റെ ഓയിലി സ്കാൽപ്പാണ്. ഞാനിപ്പോൾ ഇന്ന് ഹെയർ നല്ലോണം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്താലും പിറ്റേ ദിവസം ആകുമ്പോൾ നല്ലപോലെ ഓയിലാണ്. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രീം ഓയിലി ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ഷാമ്പൂസ് ട്രൈ ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഏതൊരു എസൻസ് എന്നോ അങ്ങനെ എന്താ പറയുന്ന ബ്രാൻഡായിരുന്നു. പിന്നെ ഡോട്ട് ആൻഡ് കെയുടെ സൺസ്ക്രീൻ, അതൊരു ഫേവറേറ്റാണ്. പിന്നെ ഏതോ ഒരു SPF 13 ഒരു ലിപ് ബാം, 15 ആണെന്ന് തോന്നുന്നു, ഒരു ലിപ് ബാമാണ് വാങ്ങിച്ചത്. അത് ഏതാ ബ്രാൻഡെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഏത് ലിപ് ബാമാണ്, ഏത് ബ്രാൻഡാണ്, എന്താണ് സംഭവം എന്നുള്ളത്. മാക്സിമം കാണാൻ ഇൻട്രസ്റ്റിങ്ങും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പോകെ ബെറ്ററായിട്ട് വരും എന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താ, ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെന്താ ലോറിയലിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഫ്രീ കിട്ടുമ്പോൾ പൊതുവെ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്കും സന്തോഷമായി. നൈക്കിയിൽ നിന്ന് എനിക്ക് മിക്കവാറും ഒക്കെ ഫ്രീ കിട്ടാറുണ്ട്. കൂടുതലും എനിക്ക് ഫ്രീ കിട്ടുന്ന പേർപ്പിൾ നിന്നാണ്. സോ ഇത് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ഫ്രീ ആണ് വരണതെന്ന്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൻഡ് പിന്നെ ഇത് റെനയുടെ ഒരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഇപ്പോൾ തന്നെ സൺസ്ക്രീൻ പല വേരിയൻറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഒരു സ്പ്രേ സൺസ്ക്രീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നായിട്ട് എന്തിട്ടാലും ഇങ്ങനെ ഒലിച്ച് പോകും. എനിക്ക് ഭയങ്കരമായിട്ട് പറ്റാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ചെയ്ത് ട്രൈ ചെയ്യാമല്ലോ. പിന്നെ സ്പ്രേ സൺസ്ക്രീൻ നമുക്ക് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്ന് ഓർത്തിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ഒരു സാലിസിലിക് ആസിഡ്. ഈ സാലിസിലിക് ആസിഡ് നമ്മുടെ മുഖത്ത് ടൈനി ബംസൊക്കെ വരികയാണെങ്കിൽ പോകുന്ന, ലൈക്ക് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിമ്പിൾസൊക്കെ മാർക്സൊക്കെ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് ഫ്രീ കിട്ടിയതല്ല, ഇതാണ് ഞാൻ പറഞ്ഞ ഷാമ്പൂ കണ്ടീഷണർ കോംബോ ആയിരുന്നു. ഇതാണ് ഫ്രീ കിട്ടിയത്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ക്ലീൻ ആൻഡ് ക്ലിയർ അങ്ങനെ ഒരു ഫേസ് വാഷ് ഇല്ലേ, ആ സംഭവമാണ്. എനിക്കിങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ നൈക്കയുടെ ഫേസ് വാഷ് അല്ലെങ്കിൽ ഈ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഞാനിതാണ് ചൂസ് ചെയ്തത്. നൈക്കയുടെ എനിക്ക് വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ 2 പ്രൊഡക്റ്റാണ് എനിക്ക് ഫ്രീ കിട്ടിയത്. സോ അതൊക്കെ ഞാൻ അതേപോലെ എടുത്ത് അൺബോക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ബാക്കി വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെനിക്ക് കൊളാബിന് കിട്ടിയ നമ്മുടെ പോളറോയിഡ്സ് ആണ്. അത് ഞാനിങ്ങനെ ചുമരിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഏതോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വിശന്നിട്ട് വയ്യാത്തതുകൊണ്ട് വേഗം പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ചായയും നമ്മുടെ ഈ കടല പുഴുങ്ങിയിട്ടുണ്ടാവില്ലേ, ആ സംഭവമായിരുന്നു. പിന്നെ ഏതോ ഒരു പഴയ സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുഴപ്പമില്ലാത്ത സിനിമ, അപ്പോൾ അത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ കുക്ക് ചെയ്യാൻ പോകണം. എന്താ ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, കണ്ടോ ഇങ്ങനെ തീ വരെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ആണ്. എൻ്റെ കുക്കിംഗ് ഇതിനകത്ത് എൻ്റെ പല മണ്ടത്തരങ്ങളും ഞാൻ കാണിക്കും. അത് ആരും വീട്ടിൽ അനുകരിക്കാൻ നിൽക്കുന്നത്, അത് മെയിൻ കാരണം. ഞാൻ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് എനിക്കതറിയില്ല. എൻ്റെ ഫുഡ് ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ്റെ കാല്, അതൊരു വികാരമാണ്. എനിക്ക് ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനിൽ എനിക്ക് ഏത് പാട്ടാന്ന് ചോദിച്ചാൽ കാല്. പിന്നെ അങ്ങനെയല്ല, ചിക്കൻ നമ്മൾ ഇന്ന് കഴിക്കുമല്ലോ. ഓക്കെ, പിന്നെ അതേപോലെ കോൺ. എനിക്ക് ഈ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ കോൺ, പാവ് ഭാജി, പാനിപൂരി അങ്ങനത്തെ സംഭവങ്ങളാണ് വെജിറ്റേറിയനിൽ കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ അങ്ങനെയൊക്കെ. അപ്പം ഈ സംഭവങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ കുറച്ച് കോൺ എടുത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടു. അതൊരു 5 മിനിറ്റ് തന്നെ മതി. അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നു. ഞാനാണെങ്കിൽ 1/2 കിലോമീറ്റർ ദൂരെ നിന്നിട്ടാണ്, കാരണം എണ്ണ തെറിക്കുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട്. എനിക്കാണെങ്കിൽ പേടിയുണ്ടായിരുന്നു ഫോണിലോട്ട് ലൈക്ക് എണ്ണ തെറിച്ചാലോ. പിന്നെ ഞാൻ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഒന്നെങ്കിൽ ആർക്കെങ്കിലും ഇപ്പം വയ്യാതിരിക്കുകയോ ചിലപ്പോൾ അമ്മയൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ അടുക്കളയിൽ കയറുക. പിന്നെ ഈ ക്ലീൻ ചെയ്യാൻ പൊതുവെ ഇഷ്ടമാണ്. ഞാൻ കുക്കിംഗ് ആണോ ക്ലീനിങ് ആണോ എന്ന് ചോദിച്ചാൽ ക്ലീനിങ് പറയും. ബിക്കോസ് എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുക്ക് ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഓഫ് കോഴ്സ് മസാലയൊക്കെ പുരട്ടിയത് അമ്മയായിരുന്നു ചിക്കൻ. അപ്പോൾ പിന്നെ പൊരിച്ചെടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കൊന്നുമല്ല. എന്നെ സംബന്ധിച്ചതൊക്കെ വലിയ ടാസ്ക്കാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്ലീനിങ് എനിക്കൊരു തെറാപ്പിയാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യും. പക്ഷേ അതേപോലെ എല്ലാം വൃത്തിയേടാക്കി ഇടും.
അപ്പോൾ ഇത് ഫുള്ള് എൻ്റെ അമ്മോ എൻ്റെ കട്ടിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഒന്നും രാവിലത്തെ നമ്മുടെ എന്താ ഒരു കട്ടൻ കാപ്പി കുടിച്ചതും എല്ലാം അതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ. പിന്നെ എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴായാലും എന്ത് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഓടണം, ഒന്നെങ്കിൽ മ്യൂസിക് വേണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലീനിങ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസുകളോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറയാൻ വേണം, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഇത് കുറച്ച് പഴക്കമുള്ള ടേബിളാണ്. പഴക്കം എന്ന് പറയുമ്പോൾ ഒരു വർഷം 1-2 വർഷം അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ടേബിളെല്ലാം ക്ലീൻ ചെയ്തു. ഇത് എൻ്റെ സ്പെസിഫിക് ആയിട്ട് ഞങ്ങളുടെ വീടാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ വേറെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, എൻ്റെ ഒരു ഡ്രീം റൂം. അത് ഞാൻ ഓവറായിട്ട് പറയില്ല, എനിക്ക് ഓവർ ഷെയറിങ് കുറച്ച് കൂടുതലാണ്. പിന്നെ നമുക്കത് പറഞ്ഞാൽ നടക്കില്ല എന്നൊരു ഇതുള്ളത് കൊണ്ടും ഞാൻ വലുതായിട്ട് പറയില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ എൻ്റെ റൂമാണ് ഇപ്പം മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് സ്റ്റുഡിയോയുടെ വെറ്റ് വൈബ്സ് ആണ്. ഈ ഒരു വെറ്റ് വൈബ്സ് എനിക്ക് എപ്പോഴും വേണം. നമ്മൾ വെറ്റ് വൈബ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മുഖം തുടക്കി ഞാൻ അതിനെല്ലാം യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് സംഭവങ്ങൾ. അതായത് നമ്മുടെ മിററുണ്ടല്ലോ, മിററൊക്കെ ഈ വെറ്റ് വൈബ്സ് വെച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. മിറർ, അതേപോലത്തെ ഇങ്ങനത്തെ എന്തെങ്കിലും ഓർഗനൈസേഴ്സ്, ടേബിൾ, അതൊക്കെ തുടയ്ക്കാനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റുഡിയോയുടെ വെറ്റ് വൈബ്സ് ആണ്. അങ്ങനെയൊന്നുമില്ല, ഏത് വെറ്റ് വൈബ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. മുഖത്ത് ഞാൻ അങ്ങനെ പൊതുവേ വലുതായിട്ട് വെറ്റ് വൈബ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെന്താ, ഇതാണ് ഞാൻ പറഞ്ഞ മിറർ. എനിക്കിങ്ങനത്തെ ഒരു ചെറിയ മിററുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ വെട്ടത്ത് വന്നിരുന്നിട്ട് ലൈക്ക് സൺലൈറ്റിൽ വന്നിരുന്ന് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മിറർ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തേക്കാം. സോ അതൊക്കെ വെച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സ് മൈൻഡ് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കുളിക്കാൻ പോകുന്നുണ്ട്. ബിക്കോസ് ഫുൾ വേർത്തൊലിച്ചൊരു പരിപാടിയിരിക്കുകയായിരുന്നു. അപ്പം ഞാനിത് ഫുൾ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ വേറൊരു ബോക്സിലാണ് നമ്മുടെ എൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. നെല്ലൊക്കെ ഇട്ട് വയ്ക്കുന്ന എന്തോ ഒരു പറയോ അങ്ങനെ എന്തോ സംഭവമില്ലേ, അതൊക്കെ ഇട്ട് വയ്ക്കുന്ന സംഭവത്തിനകത്താണ് ഞാൻ എൻ്റെ ഇതെല്ലാം ഇട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഞാൻ എൻ്റെ ടേബിൾ ഓർഗനൈസർ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. ടേബിൾ ഓർഗനൈസറിൽ വെച്ചു. ജസ്റ്റ് ബാക്കിയുള്ളവർക്ക് കണ്ടാൽ ക്ലീൻ ആവണം തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ക്ലീൻ ആയിട്ടിരിക്കണം. എൻ്റെ കണ്ണിൽ ക്ലീനാണ്, അതുവരെ ഞാൻ ക്ലീൻ ആക്കുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പൊതുവെ പറയാറുണ്ട്, എനിക്ക് ക്ലീൻ ചെയ്യാൻ വലിയ കഴിവാണ്. ഞാൻ പെട്ടെന്ന് ക്ലീൻ ആക്കും. എനിക്കത് അത് മേ ബി ഞാൻ അങ്ങനെ ചെയ്യണോണ്ട് എനിക്കൊരു ഫോബിയ പോലെയാണ്. ഞാനിങ്ങനെ ഒരു തെറാപ്പി പോലെയാണ്. ലൈക്ക് എനിക്ക് എപ്പോഴും OCD ഇല്ല, പക്ഷേ ക്ലീൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. അതൊരു മൂഡ് വരണം. മൂഡ് വന്നില്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ സ്പേസ് മാത്രമേ ക്ലീൻ ആക്കുള്ളൂ, വേറെ എവിടെ ക്ലീൻ ആക്കത്തില്ല. അതും ഒരു ഇതാണ്. പിന്നെ ഞാൻ ഫുള്ള് ടൈം ലാപ്സിലിട്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ല. ഇപ്പം തന്നെ കുറേ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ആദ്യം ഈ ടേബിളിലുള്ള എല്ലാം കൂടി എടുത്ത് കട്ടിലിട്ടു. എന്നിട്ട് കട്ടിൽ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതെല്ലാം വീണ്ടും ടേബിളിലായി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഫുള്ള്. പിന്നെ നമ്മൾ തൂക്കുന്നൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ക്യൂട്ട് ബാർബി ബോയ്സ്, പുതിയ ബോയ്സാണ്. സോ പിന്നെ ബെഡ് ഞാനിവിടെ അല്ല കിടക്കുന്നത്, അതുകൊണ്ടാണ് ഈ ബെഡ് ഇത്ര മനോഹരമായിട്ട് കിടക്കുന്നത്. വേറെ ഒന്നുമില്ല, 2 പില്ലോ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ മെയിനായിട്ട് കിടക്കുന്നത് ഇവിടെയല്ല. എൻ്റെ ഇതിപ്പം എൻ്റെ റൂം, എൻ്റെ ഒറിജിനൽ ലൈക്ക് ഈ റൂം വന്നിട്ട് 2nd ഫ്ലോറിലാണ്, ഞാൻ കിടക്കണ 1st ഫ്ലോറിലാണ്. സോ 2nd ഫ്ലോർ ഫുൾ എൻ്റെ അധീനതയിലാണ്. ഇതാണ് വാഷ് ബേസിൻ. ഇതിൻ്റെ താഴെ ഇതേപോലത്തെ സെയിം വാഷ് ബേസിൻ ഉണ്ട്. മേളത്തെ വാഷ് ബേസിനാണ് യൂസ് ചെയ്യത്തില്ല. സോ ഞാൻ അവിടെ എൻ്റെ സാധനങ്ങൾ വെച്ചിരിക്കുക. ലൈക്ക് എൻ്റെ മേക്കപ്പ്, സ്കിൻ കെയർ എല്ലാം അവിടെയാണ് വെച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെയാണ് ഞാനത് യൂസ് ചെയ്യുക. ബിക്കോസ് വേറെ ആരും ഇവിടെ വരത്തില്ല, ഞാൻ മാത്രമേ വരാറുള്ളൂ. സോ അതുകൊണ്ട് ഞാനത് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ എൻ്റെ സൗണ്ട് ചിലപ്പോൾ വല്ല ഒരു ഇതുണ്ടാവും, ബിക്കോസ് എനിക്ക് നല്ല ജലദോഷമുണ്ട്, അതാണ് എൻ്റെ സൗണ്ട് അങ്ങനെ. പിന്നെ പുതിയ സ്കിൻ കെയറൊക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ സ്കിൻ കെയർ വേണ്ടാത്ത സംഭവങ്ങൾ കഴിഞ്ഞതും എക്സ്പയറി കഴിഞ്ഞതും എല്ലായിടത്തും ഫുൾ മാറ്റി. വലുതായിട്ട് മാറ്റാനുള്ള 2 പ്രൊഡക്റ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, 2 സൺസ്ക്രീൻ മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നൈക്കയുടെ പ്രൊഡക്ട്സ്, ലൈക്ക് നൈക്കിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ റെനയുടെ സൺസ്ക്രീൻ സ്പ്രേ, ഡോട്ടാൻഗയുടെ സൺസ്ക്രീൻ, സിറം എല്ലാം എടുത്ത് വെച്ചിട്ട് ഫുൾ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നുള്ളത്. ഞാൻ ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ട് ഓർഗനൈസേഷനാണ് ഇങ്ങനെ ആ സൈഡിൽ ഇരിക്കുന്നതെന്ന് മൈൻഡ് ചെയ്യേണ്ട. അത് ഞാൻ കുറച്ച് DIY സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. സോ അതാണ്. പിന്നെ എൻ്റെ ഫേസ് വാഷും DIY ഫേസ് വാഷും ഞാൻ കുറേ DIYs ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മേക്കപ്പ് ബ്രഷസ്, ഓർഗനൈസേഴ്സ്, അങ്ങനെയൊക്കെ. എൻ്റെ ഡ്രീം റൂം ഞാൻ കുറേ നേരമായിട്ട് പറയുന്നത് ഡ്രീം റൂം എന്ന്. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. പിന്നെ ഇതാണ് ലിപ്സ്റ്റിക് കളക്ഷൻ. സോ എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക് ഉണ്ട്, എനിക്ക് ഭ്രാന്താണ് ലിപ്സ്റ്റിക്ക്. സോ അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും. അതൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പോയി.
ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഷാമ്പും കണ്ടീഷണറും മിനീസോടെ ബോഡി സ്ക്രബും പിന്നെ പിയേഴ്സിൻ്റെ ബോഡി വാഷാണ് തോന്നുന്നത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ഫേസ് പാക്കും ഇട്ട് കുറച്ച് യൂണിഫോം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതും വാഷ് ചെയ്തിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യണം. ഇത് നൈറ്റ് റൂട്ടീനല്ല, ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ്. കുറച്ച് അലോവേര ഫേസിൽ അപ്ലൈ ചെയ്തു, കുറച്ച് ലിപ് ബാം ആൻഡ് പിന്നെ ബോഡി ലോഷൻ, പിന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് സ്റ്റേ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെർമാക്കോയുടെ ഗ്ലൈക്കോളിക് ആസിഡാണ്, ആ സംഭവം സ്പ്രേ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ പിന്നെ നല്ലൊരു വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിലോട്ട് മാറി. പിന്നെ ഞാൻ രാത്രി കഴിച്ചത് ഫ്രൂട്ട്സാണ്. ഞാൻ നേരത്തെ കഴിച്ചത് ഒരു 7 മണി ആ സമയത്താണ്. പിന്നെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.